നമസ്കാരം. വൈദ്യമഠം ആയുർവേദയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ദേവി നാരായണൻ. ഇന്നത്തെ ഈ എപ്പിസോഡിൽ വളരെയധികം ആനുകാലിക പ്രസക്തമായിട്ടുള്ളൊരു വിഷയമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ചുറ്റും നമ്മൾ കണ്ടുവരുന്നുണ്ട് കോവിഡിൻ്റെ ഓരോരോ സിംറ്റംസും. നമ്മൾ തന്നെ പലരും നമ്മളിൽ തന്നെ ഓരോരുത്തരും അത് അനുഭവിച്ചിട്ടും ഉണ്ടാവാം. അപ്പോൾ പല സിംറ്റംസ് ഉണ്ട്. ജലദോഷം, പനി, മേലുവേദന, അങ്ങനെയുള്ള ഒരുപാട് സിംറ്റംസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിംറ്റമാണ് ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു വരുന്നു എന്നുള്ളത്. ഹൈപ്പോക്സിയ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ശരീരത്തിലെ രക്തത്തിലുള്ള ഓക്സിജൻ്റെ സാച്ചുറേഷൻ്റെ അളവ് അഥവാ ശതമാനം കുറഞ്ഞു വരുന്നതിനെ ഹൈപ്പോക്സിയ എന്ന് പറയും. ഇത് സാധാരണ ആശുപത്രികളിൽ നമ്മൾ പൾസ് ഓക്സിമീറ്റർ യൂസ് ചെയ്താണ് അതിൻ്റെ അളവ് കണ്ടുപിടിക്കുന്നത്. ഇനി വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് എങ്ങനെ ആ ഒരു അളവ് കുറവാണോ കൂടുതലാണോ എന്ന് എങ്ങനെ അറിയാം എന്നുള്ളതിനൊരു ചെറിയ ടിപ്പ് പറഞ്ഞുതരാം. ആദ്യം തന്നെ ഒരു ദീർഘമായൊരു ശ്വാസം അകത്തേക്ക് എടുക്കണം. ശ്വാസം പിടിച്ചു വെച്ചുകൊണ്ട് 1 തൊട്ട് 30 വരെ എണ്ണാം. 1 to 30 നമ്മൾ എണ്ണുക. മനസ്സിൽ 30 വരെ എണ്ണാൻ സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ലങ് കപ്പാസിറ്റിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കപ്പാസിറ്റി ഉണ്ട്, ഓക്സിജനേഷൻ നന്നായി നടക്കുന്നുണ്ട്, ഓക്സിജൻ്റെ അളവിന് അത്ര വലിയ കുറവൊന്നുമില്ല. ഇനി 20 or 10 എണ്ണാൻ സാധിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ ശരീരത്തിലെ രക്തത്തിലുള്ള ഓക്സിജൻ സാച്ചുറേഷൻ്റെ അളവ് കുറവാണ് എന്നതാണ്. ഇനി സാധാരണ രീതിയിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഓക്സിജൻ്റെ അളവ് നിലനിർത്താൻ എന്തൊക്കെ ചെയ്യാം എന്നുള്ള കുറച്ച് കാര്യങ്ങളിലൊന്നാണ് ഒരു വെന്റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റൂമിലിരിക്കുക എന്നുള്ളത്. നമ്മളിരിക്കുന്ന റൂമിന് ക്രോസ് വെന്റിലേഷൻ ഉണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക. രണ്ടാമത്തെ ടിപ്പാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അയേണിൻ്റെ അളവ് കൂടുക എന്നുള്ളത്. മൂന്നാമത്തെ കാര്യം നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കൂട്ടുക എന്നുള്ളതാണ്. അതായത് ലങ്സ് എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരുന്നാലേ പ്രോപ്പർ ഫങ്ഷനിങ് നടക്കുകയുള്ളൂ. ഇനി നാലാമത്തെ ഒരു ടിപ്പാണ് എക്സർസൈസ്. എക്സർസൈസ് എന്ന് പറയുമ്പോൾ അതിന് ബ്രീതിങ് എക്സസൈസിനാണ് കൂടുതൽ പ്രാധാന്യം. അപ്പോൾ ബ്രീതിങ് എക്സസൈസ് എന്ന് പറയുന്നത് പ്രാണായാമത്തിൽ തന്നെ മുദ്രാ പ്രാണായാമമാണ് ഏറ്റവും അധികം അതിന് പ്രാധാന്യം അർഹിക്കുന്നത്. മുദ്രാ പ്രാണായാമം എന്ന് പറഞ്ഞാൽ മുദ്ര എന്നുള്ളതിന് ഞാനിനി കൂടുതൽ വിവരിക്കേണ്ട ആവശ്യമില്ല. കാരണം മലയാളികൾക്കെല്ലാം എല്ലാ കലാരൂപങ്ങളിലും നമുക്ക് മുദ്രകളുള്ള കാരണം അതറിയാം നന്നായിട്ട്. മുദ്രകൾ എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് കാണിക്കുന്ന ചില ജസ്റ്റേഴ്സിനെയാണ് മുദ്രകൾ എന്ന് പറയുന്നത്. പല അർത്ഥങ്ങളുണ്ട് ഓരോ മുദ്രകൾക്കും. അതിലുപരി അതിന് ഓരോ നമ്മുടെ ബോഡി ഓർഗൻസുമായിട്ടുള്ള ഒരു റിലേഷനുണ്ട്. അതിനത്രയധികം ഇമ്പോർട്ടൻസും ഉണ്ട്. അപ്പോൾ ഈ ഓരോ മുദ്രകൾ കയ്യിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന പ്രാണായാമത്തിനെ മുദ്രാ പ്രാണായാമം എന്ന് പറയാം. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന പ്രാണായാമത്തിൻ്റെ പേരാണ് നിശേഷരേചക പ്രാണായാമം. ദീർഘമായൊരു ശ്വാസം അകത്തേക്ക് എടുക്കുന്നു, ശ്വാസം പിടിച്ചു വയ്ക്കുന്നു, ശ്വാസം പുറത്തേക്ക് വിടുന്നു. ശ്വാസം പിടിച്ചു വയ്ക്കുന്നത് 4 or 5 സെക്കൻഡുകളാവാം. അപ്പോൾ അതിന് പൂരകം, കുംഭകം, രേചകം എന്ന 3 പേരുകളിലാണ് നമ്മൾ പറയുന്നത്. ഇനി ഈ പൂരകം എന്ന് പറയുന്നത് ദീർഘശ്വാസം അകത്തേക്ക് എടുക്കുന്നു. കുംഭകം എന്ന് പറയുന്നത് ശ്വാസം പിടിച്ചു വയ്ക്കുന്നു, 4 or 5 സെക്കൻഡ് പിടിച്ചു വയ്ക്കുന്നു. ഇനി ശ്വാസം പുറത്ത് വിടുന്നതിനെ നമ്മൾ രേചകം എന്ന് പറയുന്നു. അപ്പോൾ ഈ നിശേഷ രേചക പ്രാണായാമത്തിൻ്റെ കൂടെ നമ്മൾ മുദ്രകൾ കയ്യിൽ വെച്ചുകൊണ്ട് ചെയ്യുന്നതിനെയാണ് മുദ്രാ പ്രാണായാമം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഏതൊക്കെ മുദ്രകളാണ് എന്ന് നോക്കാം വീഡിയോയിൽ. മുദ്രകൾ ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ചെറിയ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഈ 5 വിരലുകളിലും നമ്മൾ പഞ്ചമഹാഭൂതങ്ങളെയാണ് കണക്കാക്കുന്നത്. പൃഥ്വി, അപ്, തേജോ, വായു, ആകാശം എന്ന ഈ 5 ഭൂതങ്ങളെയാണ് കണക്കാക്കുന്നത്. ഇനി നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ആദിമുദ്ര. ആദിമുദ്ര എന്ന് പറയുന്നത് നമ്മുടെ തള്ളവിരൽ ആദ്യം മടക്കി വയ്ക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് ബാക്കി 4 വിരലുകളും മടക്കി വയ്ക്കുക. മുഷ്ടി ചുരുട്ടി പിടിച്ചിരിക്കുന്ന പോലെ. ഒരുപാട് ബലം പ്രയോഗിച്ച് മടക്കി പിടിക്കണമെന്നില്ല. വളരെ ജെൻറ്റിൽ ടച്ച് മതി. 2 കൈകളിലും ഒരേപോലെ മുദ്രകൾ പിടിക്കണം. അതിനുശേഷം കൈ നമ്മളുടെ തുടമേൽ മലർത്തി വയ്ക്കാം. തുടയിന്മേൽ കൈകൾ മുദ്രയിൽ റെസ്റ്റ് ചെയ്തതിന് ശേഷം സാവകാശം നിശേഷരേചക പ്രാണായാമം ചെയ്യാവുന്നതാണ്. അതായത് കണ്ണുകൾ അടച്ചു വെച്ച് നട്ടെല്ല് നിവർത്തി വെച്ച് കൈകളിൽ മുദ്രയും വെച്ചുകൊണ്ട് ഒരു ദീർഘശ്വാസം അകത്തേക്ക് എടുക്കുന്നു.
ശ്വാസം ഹോൾഡ് ചെയ്ത് പിടിക്കുന്നു. അതിനുശേഷം ശ്വാസം പുറത്തേക്ക് വിടുന്നു. ഈ ആദിമുദ്ര പ്രാണായാമം എന്നത് നമുക്ക് ദിവസത്തിൽ 3 തവണ ചെയ്യാവുന്നതാണ്. ഓരോ തവണയും നമുക്ക് 10-15 മിനിറ്റോ ദൈർഘ്യം മതി. 3 പ്രാവശ്യം ചെയ്യുന്നത് ആണ് ഏറ്റവും ഉത്തമം. ഈ ഒരു മുദ്ര നമ്മുടെ ലങ് കപ്പാസിറ്റി കൂട്ടുവാനും ഓക്സിജൻ്റെ അളവ് കൂട്ടുവാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും ഒരു പരിധിവരെ നമ്മളെ സഹായിക്കുന്നതാണ്. ഇനി നമ്മൾ രണ്ടാമത് ചെയ്യാൻ പോകുന്ന മുദ്രയാണ് സുഖശ്വസന മുദ്ര. അതായത് നമ്മുടെ മോതിരവിരൽ തള്ളവിരലിൻ്റെ അഗ്രഭാഗത്തും നടുവിരൽ തള്ളവിരലിൻ്റെ മധ്യഭാഗത്തും ചൂണ്ടുവിരൽ തള്ളവിരലിൻ്റെ മൂലഭാഗത്തുമായിട്ട് പിടിച്ചിട്ട് ചെറുവിരൽ നീട്ടിവെക്കുക. ഇങ്ങനെ പിടിക്കുന്നതിനെയാണ് സുഖശ്വസന മുദ്ര എന്ന് പറയുന്നത്. ബ്രോങ്കിയൽ ആസ്മയുള്ളവർക്ക്, ക്രോണിക്കായിട്ടുള്ള ആസ്മ പേഷ്യൻസ് എല്ലാം ചെയ്യുന്നത് നല്ലതാണ് ഈ മുദ്ര. അപ്പോൾ ഈ മുദ്ര ചെയ്യുമ്പോഴും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിശേഷരേചക പ്രാണായാമം വേണം ഫോളോ ചെയ്യാനായിട്ട്. 2 കൈകളിലും ഒരേപോലെ മുദ്രകൾ പിടിക്കണം. അതിനുശേഷം നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിൽ ഇരുന്നുകൊണ്ട്, ചെയറിലാണെങ്കിൽ ചെയറിൽ അഥവാ സുഖാസനത്തിൽ, അതായത് ചമ്രം അടിഞ്ഞ് നിലത്തിരിക്കുകയാണെങ്കിൽ അങ്ങനെയും നട്ടെല്ല് നിവർത്തി വെച്ച് വേണം ഇരിക്കുവാനായിട്ട്. എപ്പോഴും പ്രാണായാമം ചെയ്യുമ്പോഴും നട്ടെല്ല് നിവർത്തി വെച്ചിരുന്നിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലങ്സിൻ്റെ അടിയിലുള്ള ഡയഫ്രം വന്ന് ലങ്സിൻ്റെ ബേസിൽ തട്ടില്ല. അതുകൊണ്ടാണ് നിവർന്നിരുന്ന് നമുക്ക് പ്രാണായാമം ചെയ്യേണ്ടതായിട്ടുള്ള പ്രാധാന്യത പറയുന്നത്. കണ്ണുകൾ അടച്ചിരുന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഇൻവോൾവ് ചെയ്ത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ കണ്ണുകൾ അടച്ച് നട്ടെല്ല് നിവർത്തി 2 കൈകളിലും മുദ്ര വെച്ച് കൈ നമ്മുടെ തുടമയിൽ റെസ്റ്റ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് ഈ മുദ്ര പ്രാണായാമം ചെയ്യാവുന്നതാണ്. ഇനി സുഖശ്വസന മുദ്രയാണെങ്കിലും ആദിമുദ്ര പോലെ തന്നെ ദിവസത്തിൽ 2-3 പ്രാവശ്യം ചെയ്യാവുന്നതാണ്. ഓരോ തവണയും അതിൻ്റെ ദൈർഘ്യം 7-10 മിനിറ്റ് എന്ന് കണക്കാക്കാം. അഥവാ നമുക്കതിനെ 9-12 തവണ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ കണ്ട 2 മുദ്രകൾ ആണ് നമ്മൾ മുദ്രാ പ്രാണായാമം എന്ന രീതിയിൽ ചെയ്യാനുള്ളത്. അതായത് നമ്മൾ ചെയ്യുന്ന പ്രാണായാമത്തിൻ്റെ കൂടെ നമ്മുടെ കയ്യിൽ ഈ മുദ്രകൾ വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഇത് ചെയ്യുന്നത് കൊണ്ട് നമുക്കുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലങ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാം. അതുകൂടാതെ നമ്മുടെ രക്തത്തിലുള്ള ഓക്സിജൻ സാച്ചുറേഷൻ്റെ അളവ് ഒരു പരിധിവരെ മെയിൻറ്റെയിൻ ചെയ്യാനും അത് ഇംപ്രൂവ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. ഇതുപോലുള്ള യൂസ്ഫുൾ ടിപ്സിനായിട്ട് വീണ്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. നമസ്കാരം.